അപ്പോൾ ഹായ് മുത്തുമണിയാളെ, ഇന്നത്തെ പരിപാടി നമ്മളിതാ ഈ വീടിൻ്റെ സ്റ്റെപ്പിലുള്ളത് ആ സ്റ്റെപ്പ് പുറത്ത് ഡബിൾ വെച്ചിട്ട് മോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ കൊണ്ടേക്കാണ് കേട്ടോ. സാധാരണ എല്ലാ ടൈൽ വർക്കേഴ്സും ഭായിമാരെ കൊണ്ടാണ് മോൾഡ് ചെയ്യാറ്. കാരണം ഒന്നാമത് കുറച്ച് പൊടി ഉണ്ടാവും, അത്യാവശ്യം നല്ല ഫസ്റ്റത്തെ ബ്ലേഡൊക്കെ ഇടുമ്പോൾ നല്ല പൊടി ഉണ്ടാവും. പിന്നെ പേപ്പറൊക്കെ മാറി മാറി വരുമ്പോൾ ലാസ്റ്റത്തൊക്കെ നമ്മൾ പൊടി പോവുള്ളൂ. പക്ഷേ എനിക്ക് ഇൻ്റെ സൈറ്റിൽ ഞാൻ തന്നെയാണ് മോൾഡ് ചെയ്യാറ്. കാരണം ഒന്നാമത് ഫണ്ട്, രണ്ടാമത്തത് ഞാൻ കരുതിയത് പോലെ ആവും, ഫണ്ടിങ്ങും വെച്ചാണ് നമുക്ക്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാതെ ആരെ തരിക. പക്ഷെ നല്ല ക്ഷീണം കേട്ടോ, അത്യാവശ്യം നല്ല ക്ഷീണം. കാരണം ഇവിടെ കുറച്ച് വെയിലൊക്കെ ഉണ്ട്, ഇപ്പോൾ പോയി. പിന്നെ ഈ സാധനം ഗ്രൈൻഡർ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പവറുണ്ട്, നല്ല ശ്രദ്ധ വേണം, കൈയൊക്കെ പോവും. എൻ്റെ വിരലൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം ഡാമേജൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഓഫാക്കാതെ ഇടും. പിന്നെ കറണ്ട് വരുമ്പോൾ നമ്മൾ ബ്ലേഡുമൊക്കെ കഴിച്ചാൽ വിരലൊക്കെ മുറിഞ്ഞ് തെറിച്ച് പോകും. അപ്പോൾ എൻ്റെ ചെക്കന്മാർക്ക് ഞാൻ ഗ്രൈൻഡർ വല്ലാതെ കൊടുക്കലില്ല, അവരെ സേഫ്റ്റിയും കൂടി ഞാൻ നോക്കലുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഓർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ഡബിളൊക്കെ ഒട്ടിച്ച് നല്ല സ്ക്വയറായിട്ട് മോൾഡ് ചെയ്ത് ഇതാ. ഇനി ഇവിടെ കുറച്ചുണ്ട്, അവിടെ കുറേ കൊണ്ടുപോയി വെച്ചിക്കണ് നമ്മൾ, കണ്ടില്ലേ. അപ്പം കഴിയണ നേരത്തെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മൾ പണിക്കാരെ വെച്ച് ലാഭം ഉണ്ടാക്കുന്നത് നല്ലതെന്താണോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഹാപ്പിയായിട്ട് ജീവിക്കുക. അതല്ലേ നല്ലേ? ഒരാളെ കൊണ്ട് പണിപ്പിച്ചിട്ട് നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളും കൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും അല്ലേ. പക്ഷെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതായത് പൊടി, വെയിൽ, ചൂട് എല്ലാം കൊണ്ടും അല്ലേ ഫേസൊക്കെ ആകെ ഡാർക്കായി. നോ പ്രോബ്ലം, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, നോ പ്രോബ്ലം അല്ലേ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഹാപ്പിയായിട്ട് പോവുക, ജാളി മലയ്ക്ക് പോവുക.